കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഈങ്ങാപ്പുഴ കക്കാട് സ്വദേശിനി ഷിബിലയാണ് വെട്ടേറ്റു മരിച്ചത്. ഷിബിലയുടെ പിതാവ് അബ്ദുൾ റഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്കും പരിക്കേറ്റു. പ്രതി യാസർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. AK ലതീഷ് ഉണ്ട്. ലതീഷ്, വിവരങ്ങൾ. അസിത, രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഷിബിലയുടെ വീട്ടിലെത്തിയാണ് ഭർത്താവ് യാസർ അതിക്രമം കാണിക്കുകയും കത്തിയെടുത്ത് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇവർ അകന്നു കഴിയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിന് ഒരു പരാതി കുടുംബം നൽകിയിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തവെയാണ് ഷിബില മരിക്കുന്നത്. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ, അതേപോലെ തന്നെ മാതാവ് ഹസീന എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അബ്ദുറഹ്മാന്റെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ആദ്യം 3 പേരെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഷിബിലയുടെ പരിക്ക് ഗുരുതരമായതിനാൽ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷിബിലയുടെ ജീവൻ രക്ഷിക്കാനായില്ല. 3 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞതെന്നാണ് നമുക്ക് പ്രാദേശികമായി അന്വേഷിച്ചപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഷിബിലയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. ഒപ്പം 2 പേരുടെയും, ഷിബിലയുടെ മാതാവിനെയും പിതാവിനെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. യാസർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നും മയക്കുമരുന്ന് ലഹരിയിലാണ് ഈ ആക്രമണം നടത്തിയതെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്തായാലും യാസറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മയക്കുമരുന്ന് ലഹരിയിലാണ് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.